ഹലോ, ഇന്ന് കളിയാട്ടത്തിൻ്റെ 3rd ഡേ ആണ്. നമ്മളിന്നും റിക്ഷ വിളിച്ചിട്ട് ഞങ്ങൾ പോയി. ഇന്ന് അത്ര നേരത്തെ പോയില്ല, എന്നാലും രാവിലെ തന്നെയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം ഓഫീസിൻ്റെ മുമ്പിൽ അമ്മ ഉള്ളിൽ പോയി. അപ്പോൾ ഞങ്ങൾ പുറത്തിരുന്നു. ഇന്ന് അമ്മക്ക് ഓഫീസിനകത്താണ് ഡ്യൂട്ടി. അവിടെ ഉള്ളിലിരുന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഒരു 10-11 മണി അപ്പോൾ തന്നെ ആയിന് ഏകദേശം. അപ്പോൾ ഞങ്ങൾ അമ്മയുടെ കൂടെ ഇന്ന് ഫുഡ് കഴിക്കാൻ പോയി. അവിടെ ഫുഡ് വിളമ്പാൻ തുടങ്ങിയിട്ടില്ല. ഫുഡിൻ്റെ സെക്ഷൻ മൊത്തം കാലില്ല. ഇന്ന് അത്ര ക്യൂ നിൽക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് വേഗം ഞങ്ങൾ കയറി. പക്ഷേ ഇവിടെ കുറേ സമയം ഇരിക്കേണ്ടി വന്നു. പക്ഷെ അത്ര ബുദ്ധിമുട്ടില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു 12:30 ആകുമ്പോൾ കുറേ ക്യൂ നിന്ന ആൾക്കാരൊക്കെ വന്നു. ഇപ്പോൾ കണ്ടോ ആൾക്കാർ ഫില്ലാവുന്നത്. 3rd ഡേ ആയതുകൊണ്ട് ഉച്ചക്ക് ആൾക്കാർ കുറവാണെങ്കിലും രാത്രി കുറേ ഉണ്ടാവും കേട്ടോ. ഇന്ന് രാത്രി തോരപ്പുഴുക്ക് കറിയൊക്കെ ഉണ്ടാവും. ഇന്ന് എപ്പോഴും ഉണ്ടാകുന്ന പോലത്തെ കറി തന്നെയാണ്. നമ്മളുടെ അച്ചാറും പിന്നെ പച്ചടി, പിന്നെ ഇന്ന് എലിശ്ശേരി ഉണ്ടായിട്ടില്ല. അച്ചാറും പച്ചടിയും ചോറും പിന്നെ മസാലക്കറിയാണ് ഉണ്ടായത് എലിശ്ശേരിക്ക് പകരം. പക്ഷേ എനിക്കായിട്ട് ഇഷ്ടം നമ്മുടെ എലിശ്ശേരി തന്നെയായിരുന്നു. പിന്നെ പുളിശ്ശേരി, പിന്നെ മസാലക്കറി. ഇന്ന് രാത്രിയാണ് നമ്മളുടെ തോരപ്പുഴുക്കൊക്കെ ഇല്ല. തോരപ്പുഴുക്ക് നല്ല ടേസ്റ്റായിരുന്നു, എനിക്കിഷ്ടം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡും കഴിച്ച് ഗാലറിയിൽ ചെന്നിരുന്നു. ഗാലറിയിലാണെങ്കിൽ ഫസ്റ്റ് അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആൾക്കാർ കൂടി. ഇനിയിപ്പോൾ തമ്പുരാട്ടിയുടെ എഴുന്നള്ളത്തും തോറ്റമൊക്കെയാണ്. ഇവിടെ ഗാലറിയിലാണെങ്കിൽ ഒടുക്കത്തെ വെയിലും. മംഗലക്കുഞ്ഞിയൊക്കെ നല്ല ലൈവായിട്ട് കണ്ട് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ ഇരുന്ന്. അപ്പോഴേക്ക് ഭയങ്കര വെയിൽ. പിന്നെ ഇപ്പോൾ വെയിൽ കാണുന്നില്ലേ, കുറേ തിരക്കുമുണ്ട്. ഇത് കാസർഗോഡ് വിഷനിൽ കിട്ടിയ ചെറിയ പോർഷനാണ്. ഇതിലാണെങ്കിൽ ഞങ്ങൾ വെയിൽ വന്ന് ടവലെടുത്ത് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സീൻ കാണുന്നുണ്ട്. ഞാൻ ലൈവ് നോക്കുമ്പോഴാണ് ഇത് കണ്ടത്. അത്രയ്ക്കും ചൂടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ. അതും അവിടെ അടുത്തിരിക്കുന്ന വയസ്സായവർക്ക് വെള്ളം മേടിച്ച് കുടിച്ചു. അവസാനം ഞങ്ങൾക്ക് കിട്ടിയേ കുറേ പേര് കുടയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുടയെടുത്തിട്ട്, അതുകൊണ്ട് അച്ഛനോട് ഞങ്ങൾ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ തോർത്ത് കൊണ്ട് തന്നു. ഈ തോർത്ത് തലയിലിട്ടിട്ടാണ് ഇരുന്നത്. ആദ്യം അച്ഛന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിനി. പിന്നെ അത്രക്കും ചൂടായതുകൊണ്ട് ഓളും അത് തലയിലിട്ട് ഇരുന്നു. പിന്നെ കുറേ നമ്മളവിടെ ഇരുന്ന് വെയിലധികം അടിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ നമ്മളുടെ മേലൊക്കെ പൊള്ളാൻ തുടങ്ങിയിരുന്നു. പിന്നെ ഈ തോറ്റമാകുന്ന സമയത്ത് ഞങ്ങൾ പുറത്ത് ഇറങ്ങിയിരുന്നു. ഗാലറിയിൽ നിന്ന് ഞങ്ങൾ താഴെ ഇറങ്ങി. അപ്പോഴേക്കും ഇപ്പോൾ തമ്പുരാട്ടിയുടെ തോറ്റം കഴിഞ്ഞ് ഇപ്പോൾ തമ്പുരാട്ടി വലം വയ്ക്കുന്നുണ്ടായിരുന്നു. തമ്പുരാട്ടി കെട്ടാൻ പോകുന്ന 2 ആളാണ്. നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എഴുന്നള്ളത്തിന് വേണ്ടിയിട്ട് അവിടെ മൈലാപ്പിൻ്റെ കുട പിടിക്കുന്ന അച്ഛനാണ്. അച്ഛനവിടെ കുടയും പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കൈലാസക്കല്ലിൽ അച്ഛന്മാർ വന്ദിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. കൈലാസക്കല്ലിൽ വന്ദിച്ചിട്ട് പോവും. അവിടെയാണ് ഇപ്പോൾ എഴുന്നള്ളത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എഴുന്നള്ളത്ത് ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് മംഗലക്കുഞ്ഞു എന്തായാലും ലേറ്റ് ആവും ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. കുറേ കാത്തു നിന്നു. ഇത് കണ്ട, ഇതെന്താന്ന് വെച്ചാൽ ഉവ്വ എന്നൊക്കെ വിളിച്ചിട്ട് പോവും. ഇത് വാണിയന്മാർ പണ്ട് എണ്ണ ഒഴിച്ച് കൊടുത്തപ്പോൾ ഈ മുച്ചിലോട്ടമ്മ പറഞ്ഞു കുടം കെട്ടിയിട്ട് വെക്കാൻ പറഞ്ഞു. വെച്ച സമയത്ത് അതിലുണ്ടായ എണ്ണ ആ എണ്ണേനെ കാണിക്കുന്നതാണ് ഇത്. പറ്റിയിട്ടില്ല എന്നുള്ള വിശ്വാസത്തിലുള്ള ചടങ്ങാണ്. അത് കഴിഞ്ഞ് പിന്നെ അച്ഛന്മാർ മുച്ചിലോട്ടമ്മേനെ കൂട്ടിക്കൊണ്ടുവരുന്ന ആ സീൻസൊക്കെയാണ് പിന്നെയുള്ളത്. ആ ചോപ്പ് തുണി കണ്ട, അതിനെയാണ് മൈലാപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ചടങ്ങൊക്കെ ചെണ്ടക്കൊട്ടും മുമ്പിൽ അച്ഛന്മാർ ഈ തമ്പുരാട്ടി കെട്ടുന്നവരെ വണങ്ങി കൊണ്ടുപോകുന്ന സീനാണ് ഇതൊക്കെ. ശരിക്കും ഈ തമ്പുരാട്ടി കെട്ടുന്നവർ അവർ ചിരി പോലും ഇല്ല. ഭയങ്കര പേഷ്യൻസ്, ഒരു ഇമോഷനും ഇല്ലാതെ എപ്പോഴും കാമായിട്ടുള്ളവർ. ഇന്ന് തൊട്ട് അവർ അമ്പലത്തിനകത്താണ് വ്രതം അനുഷ്ഠിക്കുന്നത്. ഇതുവരെ പുറത്തുള്ള അവർക്ക് കെട്ടിയിട്ടുള്ള സ്പെഷ്യൽ സ്ഥലത്തായിരുന്നു. ഇന്ന് അമ്പലത്തിനകത്താണ് ഇന്ന് തൊട്ട് അവർ നിൽക്കേണ്ടത്. ഇത്രയും ആയപ്പോൾ ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അമ്മേരെ ഓഫീസിലേക്ക് പോയി. കാരണം എന്തായാലും മംഗലക്കുഞ്ഞ് ലേറ്റ് ആവും എന്ന് അറിഞ്ഞു. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി നമ്മൾ കുറച്ച് മംഗലക്കുഞ്ഞിനെ നോക്കി. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ മംഗലക്കുഞ്ഞായതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. പക്ഷെ അതിൻ്റെ നല്ല പെർഫെക്റ്റ് ഫോട്ടോഗ്രാഫ്സ് ഒന്നും ഇല്ല. അത് കല്യാൽ മുച്ചിലോട്ടായിരുന്നു ഞാനായിട്ടുണ്ടായത് മംഗലക്കുഞ്ഞി. പിന്നെ വെറുതെ ഇരുന്ന്
അവിടെ ഓഫീസിൽ പോയി കുറച്ച് സമയം ഇരുന്നു. അത്രയ്ക്കും ചൂടായിരുന്നു. അവിടെ ഞങ്ങൾ പകുതിയിലധികം ക്ഷീണിച്ച് ഞങ്ങൾ പിന്നെ അവിടെ പോയിരുന്നു. വിശന്നപ്പോൾ പൊട്ടറ്റോ ട്വിസ്റ്റർ വാങ്ങി കഴിച്ചു. കുറച്ച് വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഗോബി മഞ്ചൂരി വാങ്ങി കഴിച്ചു. അത് ഭയങ്കര എണ്ണയായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് മംഗലക്കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി. ഇപ്പോഴത്തെ മംഗലക്കുഞ്ഞുങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ ആ സമയത്ത് അവിടെ കൂത്ത് നടക്കുന്നുണ്ടായിരുന്നു. കൂത്ത് കഴിഞ്ഞ് അവിടെ ചങ്ങനും പൊങ്ങനും ഉണ്ടായിരുന്നു. ഈ കൂത്തിൻ്റെ വലിയ തെയ്യമില്ലേ, അത് നമ്മൾ ശിവനായിട്ട് സങ്കല്പിക്കുന്നത്. ഈ ചെറിയ കുഞ്ഞു തെയ്യത്തിനെ പാർവതിയായിട്ട് സങ്കല്പിക്കുന്നത്. ശിവപാർവതിമാരുടെ കൂടെ വന്ന ചങ്ങനും പൊങ്ങനാണ് ഈ 2 ഭൂതഗണങ്ങൾ എന്നാണ് പറയുന്നത്. വേറൊരു കഥയും ഉണ്ട്. ചങ്ങനും പൊങ്ങനും സഹോദരന്മാരായിരുന്നു. പണ്ട് ദാരിദ്ര്യം പിടിച്ച് ഒരു അമ്പലത്തിൽ നിന്ന് അരിയുടെ അടുത്ത് കഴിച്ച സമയത്ത് കള്ളന്മാരെന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തിയപ്പോൾ അവർ ആത്മഹത്യ ചെയ്ത് പിന്നെ ദൈവശക്തി ആയതാണ് പറയുന്നുണ്ട്. പക്ഷെ ഭൂതഗണങ്ങളെന്നും പറയുന്നുണ്ട്. ഇതിലേതാണ് കറക്റ്റായ ഐതിഹ്യം അറിയില്ല. പക്ഷെ ഈ കൂത്തിൻ്റെ കൂടെ കൈലാസത്തിൽ നിന്ന് ശിവപാർവതിയുടെ കൂടെ വന്നെന്ന് പറയുന്നുണ്ട്. പിന്നെ മംഗലക്കുഞ്ഞുങ്ങൾ അവൻ എന്നും വൈകി. അപ്പം ഞങ്ങൾ സ്ക്രീനിൽ നോക്കിയിരിക്കാന്ന് പറഞ്ഞാൽ സ്റ്റേജിൻ്റെ മുകളിൽ ഇരുന്നതാണ്. ഇത്രയും ആൾ കാണികളായി സ്റ്റേജിൽ ഇരിക്കുകയായിരുന്നു നമ്മൾ. പിന്നെ സ്റ്റേജിലിരുന്ന് ഓപ്പോസിറ്റ് കാണുന്ന സ്ക്രീനിലെ കൂടെ നമ്മൾ നോക്കി മുച്ചിലോട്ട് അമ്മയുടെ അവരെ എഴുന്നള്ളത്തും പിന്നെ മംഗലക്കുഞ്ഞുങ്ങളും. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയി. അച്ചാറും പച്ചടിയും ചോറും. രാത്രിയും ഇന്നുണ്ടായത് പുളിശ്ശേരി തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് തോരപ്പോക്ക്. ഇതാണ് നമ്മുടെ തോരപ്പോക്ക്. അതെന്തായാലും ഏത് കളിയാട്ടമായാലും 3-ാം ദിവസം വൈകുന്നേരം രാത്രി ഉണ്ടാവും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം പോയി. ഓൾറെഡി ഫുഡ് കഴിക്കാൻ തന്നെ ഇന്ന് ലേറ്റായി നല്ലോണം. ഒരു 10-11:30 അടുത്തായി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. നാളെ ഫൈനൽ ഡേ അല്ലേ, അപ്പോൾ കുറച്ച് നേരത്തെ